നമ്മുടെ രാജ്യം അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്ന് എല്ലാ കാലഘട്ടത്തിലും എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞ് ഫലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്. എന്നാൽ അതിനുവേണ്ടി പണിയെടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. അവരുടെ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് അവർ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നാം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്കെതിരായി തീർച്ചയായും നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ഇവിടെ ഒന്നും ചോദിക്കാൻ ഇവിടെ ഒരാളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രതിപക്ഷവുമില്ല എന്നുള്ള കാര്യം നാം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്നിതാ പറയുന്നു, ഇന്നലത്തെ പത്രത്തിൽ എന്തായിരുന്നു ന്യൂസ്? സപ്ലൈകോയുടെ പണമെടുക്കാൻ പാടില്ല, അതെടുത്താൽ നിങ്ങൾക്ക് ശക്തമായ നടപടി നിങ്ങളുടെ പേരിൽ ഉണ്ടാകുമെന്ന് പറയുന്ന അത്രയും നിരുത്തരവാദിത്തരപരമായിട്ടുള്ള അത്രയും എന്താണ് അതിന് ആ വാക്കുകൾ എന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ നാവിൽ വരുന്നില്ല. അത്രയും ഭയമുള്ള, ജനങ്ങളെ ഭയപ്പെടുന്ന അതുപോലും പറയാൻ നാണമില്ലാത്ത ആ ഭരണാധികാരികളാണ് നമുക്കുള്ളത്. എന്താണ് അവരുടെ ഭരണത്തിന്റെ ശോചനീയാവസ്ഥ മറ്റുള്ളവരെ അറിയിക്കാൻ അവർ സാധിക്കും. അവർ അതിന് പോലും അത് ശിക്ഷയായി മാറ്റുന്നു. നാം അത് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യും, നിങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന ഭരണാധികാരികൾ നമുക്കിവിടെ ഉണ്ടായി തുടങ്ങി. നാം എവിടെ എത്തി? കേന്ദ്രത്തിൽ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയേക്കാൾ മോശമായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം നാം തിരിച്ചറിയുക. ഇതിനെന്താണ് വഴി? ഇതിന് വഴി ഒന്നേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഉണർത്തിരിക്കണം. നിങ്ങൾ തന്നെ ചോദിക്കണം. നിങ്ങൾ വോട്ട് ചെയ്ത് അയച്ച ഈ കശ്മീരന്മാരോട് നിങ്ങൾ ചോദിക്കണം, ഇറങ്ങാനാണ് ഞങ്ങൾക്ക് ഇത് ഇറക്കുവാനുള്ള നിങ്ങളെ മുകളിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറക്കാനുള്ള അവകാശം കൂടി നമുക്കുണ്ട് എന്നുള്ള കാര്യം നാം ഇന്നാരും അറിയില്ല. അതുണ്ട് നമുക്ക്. പക്ഷെ ആ അവകാശം നമുക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. അതിനാണ് നാം പറയുന്നത്. ശ്രീ കേജ്രിവാൾ പറഞ്ഞു, റീകോൾ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അതിന് നിയമമുണ്ട്. പക്ഷേ അത് പാസ്സാക്കാൻ നാം തയ്യാറാകണം. ഇതാണ് ആ കാര്യത്തിൽ നാം ചിന്തിച്ച് നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കണം. നമുക്ക് വേണ്ടി വരാൻ ആരുമില്ല. നീ ഉയർത്തെഴുന്നാൽ മാത്രമേ നിന്റെ പുറകെ ആയിരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. അത് നാം തിരിച്ചറിയണം. മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇതെല്ലാം. അല്ലാതെ ഒരു ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ സത്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ തകർക്കണമെങ്കിൽ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണം. നിങ്ങൾ ഏത് ചരിത്രം എടുത്ത് നോക്കിയാലും ശരി, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രളയം നിന്ന്, അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഇപ്പോ ഏതെങ്കിലും ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ ദൈവത്തിന് സമയം മതിയല്ലോ. കാരണം ദൈവത്തിന്റെ അടുത്തല്ലേ നമ്മുടെ ഈ ജീവന്റെ കൺട്രോളുള്ളത്. പക്ഷെ ദൈവം ചെയ്യുമോ? അത് ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ദുഷ്ടന്മാർക്ക് എതിരായി പ്രവർത്തിക്കാൻ നല്ലവരായ ആളുകൾ മുന്നോട്ട് വരണം. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ വന്നാൽ മാത്രമേ ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ കണ്ടത്. ചണ്ഡീഗഡ് ഇലക്ഷൻ എന്താണ് സംഭവിച്ചത്? എന്തെല്ലാം തിരുമറികൾ നടത്താൻ ശ്രമിച്ചു. അവസാനം ശ്രീ കേജ്രിവാൾ എന്താണ് പറഞ്ഞത്? അതിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും ഞാൻ ഊന്നി പറയുന്നു, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും മാറ്റം സാധിക്കുകയുള്ളൂ. അതിന് മനുഷ്യർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എല്ലാ ചരിത്രം എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഓരോ കാലഘട്ടത്തിലും ഉയർത്തെഴുന്നേൽക്കുന്ന ജനത ഉണ്ടായിട്ടുണ്ട്. അതൊരു നേതാവ് ഉണ്ടായിട്ടുണ്ട്. ആ നേതാവിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയും നിസ്വാർത്ഥതയെയും രാജ്യസ്നേഹത്തിന്റെയും എല്ലാം മാതൃകയാക്കിക്കൊണ്ട് നാം മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക്
ഈ ഒരു രാജ്യത്തെ നമുക്ക് ഉടച്ചു വാർത്ത് പുതിയൊരു രാഷ്ട്രമായി സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മാത്രം നിങ്ങൾ ഉയർത്തിക്കൊണ്ടു എന്ന് വാക്കുകൾ